പണം വാങ്ങി തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ചെയ്തെന്ന കണ്ടെത്തലിൽ ജയിൽ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യും. 10-ലധികം തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നും അനധികൃത പരോൾ അനുവദിച്ചെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. തടവുകാർക്ക് ലഹരി എത്തിച്ചോ എന്നതിലും അന്വേഷണമുണ്ടാകും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് മാത്രമല്ല വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ DIGക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരിൽ നിന്ന് കൈക്കൂലി വാങ്ങുക, അവർക്ക് അനധികൃതമായി പരോൾ അനുവദിക്കുക, ഇത് സംബന്ധിച്ച തെളിവുകളൊക്കെ വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് തന്നെ ഈ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമോ? ബി ദിലീപ് കുമാർ ജയിൽ DGP കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ഏറ്റവും ഉന്നതമായ പദവിയാണ്. ഭരണപരമായ കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നാണ് ഗുരുതര വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം വിജിലൻസ് ഇന്ന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പോലും ഗുരുതരമായ കണ്ടെത്തലുകളും ഒപ്പം തെളിവുകളും MK വിനോദ് കുമാറിനെതിരെ ഉണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 10-ലധികം തടവുകാർക്ക് ഈ കൈക്കൂലി വാങ്ങിയ ശേഷം സൗകര്യം ചെയ്ത് കൊടുത്തുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണം വാങ്ങിയ തടവുകാർക്ക് ആ കാലയളവിൽ പരോൾ ലഭിച്ചു എന്നുകൂടി പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥന്റെ പങ്ക് കൂടുതൽ സ്ഥിരീകരിക്കുന്നത്. കൂടുതൽ ഏജന്റുമാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഈ പരോൾ അനുവദിക്കുന്നതിനും അതിന് പിന്നാലെ പണം വാങ്ങുന്നതിനും ഏജന്റുമാർ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഒപ്പം ഗൂഗിൾ പേ വഴിയും അല്ലാതെ മറ്റ് ആളുകൾ വഴിയുമാണ് പണം കൈപ്പറ്റിയിരുന്നത്. ഈ വിനോദ് കുമാറിന്റെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും വിശദമായ പരിശോധന നടത്താനാണ് തീരുമാനം. ഗൂഗിൾ പേ വഴി 1,80,000 രൂപയാണ് ഇദ്ദേഹം വാങ്ങിയിട്ടുള്ളത്. അതിന്റെ കൂടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ആഭ്യന്തര വകുപ്പിന് ഈ റിപ്പോർട്ട് കൈമാറും. നിലവിൽ ഇത്തരത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളുള്ള പശ്ചാത്തലത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുള്ള റിപ്പോർട്ട് കൂടിയായിരിക്കും വിജിലൻസ് കൈമാറുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അച്ചടക്ക നടപടി പുറത്തു വരും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.